നമസ്കാരം, ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് ചിക്കൻ ലിവർ ഫ്രൈ ആണ്. തേങ്ങാക്കൊത്തിട്ട് നാടൻ രീതിയിൽ എങ്ങനെ നമുക്കത് പാകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ലിവർ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി 300 ഗ്രാം ലിവർ നമ്മൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു 5 പച്ചമുളക് നടുവെ പൊളന്ന് ചേർക്കുന്നുണ്ട്. 10 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 10 ചെറിയുള്ളി, ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ജൂലിയൻ ചെയ്ത്, അല്പം തേങ്ങാക്കൊത്ത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, 2 തണ്ട് കറിവേപ്പില. ഇനി ഈ ചേരുവകളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വേവിക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലിവർ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഒരു 15 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഇത് വെന്ത് വരാൻ സമയം ആവശ്യമാണ്. ഇത് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പ്രിപ്പറേഷൻസ് നമുക്ക് നോക്കാം. നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈക്ക് വേണ്ടി നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അല്പം തേങ്ങാക്കൊത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം 1 ടീസ്പൂൺ വെളുത്തുള്ളി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഇഞ്ചി കഷ്ണം നീട്ടത്തിൽ കട്ട് ചെയ്ത്, തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ നമുക്കൊരു 2 വലിയ സവോള നൈസായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള നന്നായി വഴന്നു വരുന്നുണ്ട്. ഏകദേശം പകുതിയോളമായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ലിവർ ഫ്രൈയും വെന്ത് വരുന്നുണ്ട്. ലിവർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിക്കാം. തുറന്ന് വെച്ച് തന്നെയാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. വെള്ളം മുഴുവൻ വറ്റി വരുമ്പോഴത്തേക്കും ലിവറും നന്നായി വെന്ത് വരുന്നതായിരിക്കും. നമ്മുടെ തേങ്ങാക്കൊത്തും സവോളയും ചെറിയുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ അടുപ്പ് ഓൺ ചെയ്യാം. നമ്മൾ ലിവർ വേവിക്കാൻ വെച്ചതിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ലിവർ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ലിവർ വെള്ളം പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലിവർ ഫ്രൈ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്താൽ മതി. നമ്മളിവിടെ ഒരു അല്പം കുരുമുളക് കൂടുതൽ ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ, ഗരം മസാലയുടെ, വെളുത്തുള്ളിയുടെ എല്ലാം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളിന്ന് പാകം ചെയ്ത ചിക്കൻ ലിവർ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ഇത് പരീക്ഷിക്കണം.
അടുത്ത എപ്പിസോഡിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം. ബൈ.